ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് വെരി വെരി സ്പെഷ്യലായിട്ടൊരു സ്ഥലത്തേക്കാണ്. എവിടെയാണെന്നറിയാമോ? ആറ്റുകോവിൽ. കുറേ നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആറ്റുകോവിലിൽ പോകണം, പക്ഷേ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ആഗ്രഹം ദേവി നിറവേറി തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ, അതായത് ഞാനും അമ്മയും അച്ഛനും എൻ്റെ 2 മക്കളും കൂടെ കോവിലിലോട്ട് പോവേണം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 2-3 കല്യാണവും കാണാൻ പറ്റി. അങ്ങനത്തെ ഈ കൈ വിടാതെ പിടിച്ചിരിക്കുന്നതിനൊരു ഇതുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ചേട്ടനെ കുറിച്ച് ഞാൻ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മോക്ക് കുശുമ്പ് വരും. പിന്നെ ഞങ്ങൾ നാരങ്ങ വിളക്ക് കത്തിച്ചു. പിന്നെ അതിനുശേഷം നല്ല വിശപ്പ്, 7 മണിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളിതാ ഒരു ഹോട്ടലിലോട്ട് കയറി. ഞാനും അപ്പായും മസാല ദോശയും കഴിച്ചു. ബാക്കി ഇവർ രണ്ടുപേരും കൂടെ ഭൂരി, അമ്മ ഒരു പ്ലെയിൻ ദോശയാണ് കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് എവിടേക്കാണെന്നറിയാമോ? എൻ്റെ മോന് ഈ സൂ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ആറ്റുകോവിലിൽ പോയേനെ, പിന്നെ നമുക്ക് അവിടത്തെയും കൂടെ കയറിയിട്ട് പോകണം. ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ മാൻ തന്നെ പല 4-5 ടൈപ്പ് മാനുകളുണ്ടായിരുന്നു. അത് പിന്നെ ഒട്ടകപ്പക്ഷി എന്നുവെച്ചാൽ കുറച്ച് മൃഗങ്ങളും ചില കൂട്ടുകളിലൊന്നും അധികം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോനും മോക്കും ഫസ്റ്റ് ടൈമാണ് ഈ സൂ വിസിറ്റ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം നല്ല ആകാംക്ഷയോടെ ഓരോന്നും കണ്ടും ഇതൊക്കെ ആയിട്ട് ഒട്ടകപ്പക്ഷി, അമ്മ അതാ ഒട്ടകപ്പക്ഷി, അമ്മ അതാ അത് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് തന്നെ വിളിച്ച് കാണിക്കണം. അപ്പോൾ ഇളയാൾ പറയണം അമ്മ അതാ അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൈ വിടാതെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ കൈ വിടാത്തതിൻ്റെ രഹസ്യം. അത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞങ്ങൾ ശിവരാത്രിയുടെ അന്ന് കോവിലിൽ പോയ സമയത്ത് ഞാൻ ഇളയാളെയും കൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവ എൻ്റെ അടുത്ത് നിന്ന് കളിച്ചു. അപ്പോൾ ഇവ ഉടനെ ഓടി എൻ്റെ അമ്മയുടെ അടുത്ത് പോയ സമയത്ത് അമ്മ അവിടെ ഇല്ല. അമ്മ കുറച്ച് നടയിൽ നിന്ന് തൊഴുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാറിയാണ് നിന്നത്. അങ്ങനെ ഇവനെ കണ്ടില്ല. ഇവനാണെങ്കിൽ പേടിച്ച് ഭയങ്കര ആളുണ്ടായി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു ഈ കഴിഞ്ഞ ശിവരാത്രിയുടെ അന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ എന്നുവെച്ചാൽ ആരടുത്തും അധികം അങ്ങനെ മിണ്ടാത്ത ടൈപ്പാണ്. ആരെങ്കിലും പേര് വെച്ച് എന്നും പറഞ്ഞിരിക്കും. അത് ഇളയാൾ പേര് പറയും കേട്ടോ. പക്ഷേ ഇവ അങ്ങ് മിണ്ടാതെ നിൽക്കുന്ന ടൈപ്പാണ്. അങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര ടെൻഷനായി കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ആൻറ്റി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ പേരൊക്കെ പറയണമെന്ന് പറഞ്ഞു. അതിന് ശേഷം എവിടെ നല്ല നെരുക്കുള്ള സ്ഥലമായാലും ഇവ എൻ്റെ കയ്യിൽ നിന്ന് വിടില്ല. അങ്ങനെ ഞങ്ങളിതാ ഒരു സിംഹത്തിനെ കണ്ടു. ശേഷം പിന്നെ ആളെയും കൊണ്ട് അങ്ങനെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യമെന്ന് വെച്ചാൽ ആൾക്ക് ശ്വാസം മുട്ടും. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്തൊന്നും ഇവനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു 2-3 കൊല്ലമൊക്കെ അങ്ങനെയാണ് കുറേ സ്ഥലത്തൊന്നും ഞങ്ങൾ പോകാത്തത്. പിന്നെ ഇപ്പോഴാണ് കുറച്ചൊരു 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവന് ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞത്. അതിന് ശേഷമാണ് ഇതേപോലത്തെ ഓരോ ഉത്സവത്തിനായാലും എന്തിനായിട്ടും അവൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞങ്ങൾ കൊണ്ടുപോകണം. ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു വെള്ളമാനാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറേ ടൈപ്പും. അപ്പോൾ അങ്ങോട്ട് സഹോദരി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം, അതുകൊണ്ടോ ഇത് വെള്ളമാൻ ഇരിക്കണം, അങ്ങനെ കുറേ മാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. തോനെ നടക്കാറുണ്ട്, അതാണ് ഒന്നാമത്തെ പാട്. അതിന് ശേഷം ഞങ്ങൾ ആ മയിലിനെ കണ്ടു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് പീലി വിടർത്തിയിരുന്നെങ്കിൽ കാണാൻ നല്ല രസം. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന മയിൽ നല്ല വൃത്തിയായിട്ട് പീലി വിടർത്തിയിട്ടാ. അങ്ങനെ ഒരാളാണെങ്കിൽ അവിടെ തൊഴുതുകൊണ്ടിരിക്കുന്നു മയിൽ പീലി വിടർത്തിയത്. പിന്നെ സൂവിൻ്റെ തന്നെ പ്ലേ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.